ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം പ്രശാന്ത് ജി. നമസ്കാരം. നമസ്കാരം. മഴക്കാലമാണ്, പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ പകരുകയാണ്. അതുപോലെ തന്നെ നിപ്പ ഭീതിയിലാണ്. ഷിഗല്ല പല കോഴിക്കോടക്കമുള്ള പല ജില്ലകളിലും ഷിഗല്ല കുട്ടികളിൽ വ്യാപകമായി പടരുന്നു എന്നൊരു വാർത്തയുണ്ട്. നിപ്പയും ഷിഗല്ലയും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ സാധാരണയാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ LDFകാർ CPM-കാർ കിടന്ന് തുള്ളുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവർ ഇപ്പോൾ പറയുന്നു 10 കൊല്ലം നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കൂ, പനിയില്ലാത്ത ഇടതുകാലം, നിപ്പയില്ലാത്ത ഇടതുകാലം, ഷിഗല്ല വരാത്ത ഇടതുകാലം, പിന്നെ മരുന്ന് കൃത്യമായി കിട്ടുന്ന ഇടതുകാലം. അങ്ങനെ ഈ സർക്കാർ വന്നിട്ട് ഏതാണ്ട് 1 മാസം ആയി, അല്ലേ? 1 മാസം ആകാറാകുന്നു, അല്ലേ? 1 മാസമായിട്ടില്ല. അപ്പോൾ കൃത്യം ആശുപത്രികളിലൊക്കെ ഈ 1 മാസത്തിന് മുമ്പേയുള്ള മരുന്നുകൾ സ്റ്റോക്കാണ്. അല്ലെങ്കിൽ തന്നെ സർക്കാർ വന്നിട്ട് ഒരു ഭരണയന്ത്രം ഒന്ന് ചലിപ്പിച്ച് കിട്ടാനായിട്ട് സമയമെടുക്കുമെന്ന് അറിയാം. പക്ഷെ 1 മാസം 1.5 മാസം അതിന്റെ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. അതിനിടയ്ക്ക് തന്നെ കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇവർ ഇങ്ങനെ കിടന്നിങ്ങനെ നിലവിളിക്കുന്നത്? കാരണം 10 കൊല്ലം ഇവർ ഭരിച്ചതല്ലേ. 5 കൊല്ലം ഭരിച്ചാൽ പോലും അടുത്ത 3 കൊല്ലത്തേക്കെങ്കിലും ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖല അടക്കം സുസ്ഥിരമാക്കിയല്ലേ ഒരു സർക്കാർ മടങ്ങേണ്ടത്. കഴിഞ്ഞ ആരോഗ്യമന്ത്രി എന്താണ് ചെയ്തത്? പല ആരോപണങ്ങൾ ആരോഗ്യമന്ത്രിക്കെതിരെ ഉയർന്നില്ലേ? ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്നില്ലേ? ആരോഗ്യമന്ത്രി എന്തെങ്കിലും ഒരു വിരലനക്കിയോ? 5 കൊല്ലം ഭരിച്ചെങ്കിൽ ആ 5 കൊല്ലം അല്ലെങ്കിൽ അടുത്ത 2 കൊല്ലത്തേക്കെങ്കിലും കേരളത്തിലെ ആരോഗ്യരംഗം പനിക്കാതെ, വിറയ്ക്കാതെ, തുള്ളപ്പനി പിടിക്കാതെ നോക്കേണ്ട ധാർമ്മിക ബാധ്യതയുള്ള ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു. അവരാണ് തോറ്റു തുന്നമ്പാടി പടിയിറങ്ങിപ്പോയത്. പക്ഷേ പ്രശാന്ത് ജി, ഇപ്പോഴവിടെ നോക്കൂ, എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു VK മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രിയെ, ആരോഗ്യ വകുപ്പിനെ, അങ്ങനെ പലതിനെയും. ശരിക്കും ഇങ്ങനെ കിടന്ന് തുള്ളേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അവരുടെ പാളിച്ചകളിലെ ജാള്യതകളല്ലേ അവരെ കൊണ്ട് ഇതൊക്കെ വിളിച്ചു പറയിപ്പിക്കുന്നത്? ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി K മുരളീധരനെയും നമ്മുടെ UDF സർക്കാരിനെയും ഈ എന്തോ വലിയ രീതിയിൽ ആൾക്കാർ ജനം കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ ഈ ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ ഇറക്കിയ ഒരു ക്യാപ്സ്യൂളാണ്. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. കാരണം ജനങ്ങൾ ആരും തന്നെ അവരെ കുറ്റപ്പെടുത്തി യാതൊന്നും പറയുന്നില്ല. ആ തരത്തിലൊരു ജനവിരോധം അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ എതിർപ്പ് ഈ സർക്കാരിനെതിരെ ഉണ്ടായിട്ടില്ല, ഉയർന്നിട്ടില്ല. അത് ഉണ്ടാകാനും ഉയരാനുമുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ വോട്ടർമാര് ആരും മണ്ടന്മാരൊന്നുമല്ല. അവർക്ക് നല്ല ബോധമുണ്ട്, നല്ല തിരിച്ചറിവുണ്ട്. ഇതിപ്പോ ഈ സൈബർ ബുള്ളിയിങ് നടത്തുന്നത് ഇടത് സൈബർ ഹാൻഡിലുകളാണ്. അവർ വന്ന് ആടിനെ ആ പഴയ ഗീബൽസ്യൻ തന്ത്രം അതിങ്ങനെ അങ്ങ് അഴിച്ചു വിടുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വാസ്തവത്തിൽ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നു. ഒന്നാമത്തെ പോസ്റ്റ് ഞാൻ കണ്ടത് കോഴിക്കോട് നിപ വ്യാപിക്കുന്നു എന്നുള്ള ആ പറയുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് എന്തോ വലിയ സന്തോഷം, ഈ അമൃത് കുടിച്ചതുപോലെ, അമരത്വം കിട്ടിയതുപോലെ ഒരു സന്തോഷമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ആര് ഭരിക്കട്ടെ, പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു പകർച്ചവ്യാധി പടരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ആശങ്കയും ദുഃഖവും ഒക്കെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ അദ്ദേഹം പറയുകയാണ്, അവിടെ ഈ റാം ഡിസീവർ പോലെയുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇല്ലെങ്കിൽ ആരാണ് ഉത്തരവാദി? കഴിഞ്ഞ മാസം 18-ാം തീയതി അധികാരത്തിൽ കയറിയ ഈ സർക്കാരാണോ? ഈ 1 മാസം തികച്ചായിട്ടില്ല, ഇനി 5 ദിവസം കൂടെ ഉണ്ട്. വെറും 25 ദിവസം മാത്രം അധികാരത്തിൽ പൂർത്തിയാക്കിയ ഒരു സർക്കാരാണോ അതിന് ഉത്തരവാദി? അതോ കഴിഞ്ഞ തവണ ഭരിച്ച് 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചിട്ട് ഇറങ്ങിപ്പോയവരാണോ ഇതിന് ഉത്തരവാദി? അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അടക്കം ഉള്ള സർക്കാർ ആശുപത്രികളിലെല്ലാം കുറഞ്ഞത് 1 മാസത്തേക്കുള്ള മരുന്നുകളെങ്കിലും ഷോർട്ടേജ് വരാതെ മുൻകൂറായിട്ട് അവിടെ ശേഖരിച്ചിരിക്കണം. അതായത് ഇതിപ്പോ ജൂൺ മാസം ഇന്ന് 13-ാം തീയതിയാണ്. നമ്മള് ജൂൺ മാസം 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഉപയോഗിക്കാൻ കഴിയുന്ന അത്യാവശ്യ മരുന്നുകൾ
എല്ലാ ആശുപത്രികളിലും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഇത് ചെയ്യേണ്ടത് ആരാണ്? അതിന് ഈ ജൂൺ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അവിടെ മരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരോഗ്യ വകുപ്പാണ്. ആ ആരോഗ്യ വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടാകും. ആ മന്ത്രി ക്യാബിനറ്റിലെ അംഗമാണ്. ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ആ സർക്കാരിന്റെ മന്ത്രിക്കും ആ മന്ത്രിക്ക് കീഴിലുള്ള ആരോഗ്യ വകുപ്പിനുമാണ് അതിന്റെ ചുമതല. മെയ് 18-ാം തീയതിയാണ് നമ്മുടെ സർക്കാർ, UDF സർക്കാർ അധികാരമേൽക്കുന്നത്. ആ അധികാരമേറ്റ സർക്കാരാണോ വാസ്തവത്തിൽ ഇതിന് ഉത്തരവാദി, അതോ അതിനു മുമ്പ് ഭരിച്ചിട്ട് ഇറങ്ങിപ്പോയവർ ആണോ ഇതിന് ഉത്തരവാദി? സത്യത്തിൽ അവരല്ലേ ഇതിന് ഉത്തരവാദികൾ? അവരല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെ അഭാവം വാസ്തവത്തിൽ ആരാണ് അതിന് സമാധാനം പറയേണ്ടത്? സംസ്ഥാനത്ത് മരുന്ന് സംഭരിക്കാനായിട്ട് ഒരു കോർപ്പറേഷൻ തന്നെയുണ്ട്. അതുപോലെ തന്നെ മഴക്കാലമാകുമെന്ന് അറിയാം. ഏപ്രിൽ അവസാനമാണ്, മെയ് 9-ന് മുമ്പാണ് കഴിഞ്ഞ LDF സർക്കാർ, 2ാം ടൈമിലെ പിണറായി സർക്കാർ ഭരണം ഒഴിയുന്നത്. പക്ഷെ തുടർ ഭരണം വരുമെന്ന് അവർക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ, അതായിരുന്നല്ലോ അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ തന്നെയും തന്റെ വകുപ്പിൽ, ആരോഗ്യ വകുപ്പിന് കീഴിലെ ആശുപത്രികളിൽ നിപ്പ അടക്കമുള്ളവയുടെ പ്രതിരോധ മരുന്നുകൾ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണ്ടായിരുന്നോ ആ ധാർമ്മിക ബോധം കൂടുതലുള്ള ആരോഗ്യമന്ത്രി അന്ന് രാജിവെച്ച് ഒഴിയേണ്ടിയിരുന്നത്? കാരണം തീർച്ചയായിട്ടും ഇതിന്റെ ഈ മരുന്നില്ലാത്തതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം LDF സർക്കാരിനാണ്. അത് UDFകാരെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഇത് ജൂലൈ മാസത്തിലോ ആഗസ്റ്റ് മാസത്തിലോ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം, നിങ്ങൾ ഭരിക്കാൻ കയറിയിട്ട് ഇത്രയും ദിവസങ്ങളായി, ഇത്രയും മാസങ്ങളായി, നിങ്ങൾ എന്തുകൊണ്ട് മരുന്ന് ഈ ഷോർട്ടേജ് ഒഴിവാക്കി നിങ്ങൾ ഇവിടെ മരുന്ന് സ്റ്റോക്ക് ചെയ്തില്ല എന്ന് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയും. ഇതിപ്പോ സത്യത്തിൽ ഭരണത്തിന്റെ അവസാന നാളുകൾ, അതായത് ഈ മാർച്ച് മാസത്തിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്, അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. വലിയ കാര്യത്തിൽ ബജറ്റൊക്കെ അവതരിപ്പിച്ചവരാണല്ലോ. എന്തുകൊണ്ട് ഇവർ ഈ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ ഈ അവശ്യ മരുന്നുകൾ ശേഖരിച്ചില്ല, അത് സ്റ്റോക്ക് ചെയ്തില്ല? ഇതിന്റെ ഉത്തരം പറയേണ്ടത് വാസ്തവത്തിൽ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. അതിന് പകരം ഇതിലൊരു ചെറിയൊരു ഇടപെട്ടോട്ടെ. കാരണം പറഞ്ഞാല് എനിക്ക് രസകരമായ കാര്യം, അടുത്തിടെ നമ്മുടെ ഒരു ആന ആക്രമിച്ചൊരു കേസുണ്ട്. ഒരു കുടുംബത്തെ അനാഥമാക്കിയൊരു വിഷയം വന്നപ്പോൾ പ്രതിപക്ഷം പിണറായി വിജയൻ അടക്കം കുറ്റപ്പെടുത്തിയത് നമ്മുടെ വനം മന്ത്രി ഷിബു ബേബി ജോണിയാണ്. ഷിബു ബേബി ജോണിന്റെ കുറിക്കുള്ളതിന് മറുപടി ഉണ്ടായിരുന്നു, ആനക്കറിയില്ലായിരുന്നു മന്ത്രി മാറിയത്, അല്ലേ? അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി അവിടെ ഉണ്ട്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് DHSനെ മന്ത്രി വേറൊരു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഇടപെട്ട് സ്ഥലം മാറ്റി കളഞ്ഞത്. പക്ഷേ എല്ലാ സംവിധാനങ്ങളും, DMEമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, എല്ലാവരും എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സംവിധാനമുണ്ട്, സർക്കാർ സംവിധാനമുണ്ട്. മന്ത്രി മാത്രമേ മാറിയുള്ളൂ, മന്ത്രിയുടെ കൊടി മാത്രമേ മാറിയുള്ളൂ. അതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആ വീട് സന്ദർശിക്കാൻ പോയി. വളരെ ദുഃഖത്തോടു കൂടി അവരെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നപ്പം ഇവിടെ ആരും വന്യജീവി ആക്രമണത്തിൽ മരിച്ചില്ലേ കേരളത്തിൽ? അന്നൊന്നും മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ചതായിട്ട് നമുക്കറിയില്ല, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്തി തരിക. പക്ഷേ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അവിടെ ഒന്നും സന്ദർശിച്ചില്ല. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ അവിടെയൊക്കെ സന്ദർശിച്ചു. അപ്പോ അതിരപ്പള്ളിയിൽ എത്രയോ തവണ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട, ഞാൻ ഈ പോസ്റ്റ് വായിക്കുന്ന ഇദ്ദേഹത്തിന്റെ FB പോസ്റ്റ് വായിച്ചു പോയപ്പോ തൊട്ട് താഴെ ഒരു പോസ്റ്റ് കിടക്കും. അതായത് ഒമാൻ കടലിടുക്കിൽ, നമ്മുടെ ഹോർമൂസ്, അവിടെ വെച്ച് അമേരിക്ക ഇന്ത്യൻ ചരക്ക് കപ്പലിനെ ആക്രമിക്കുന്നു, നമ്മുടെ നാവികര് പ്രശ്നത്തിലായി, അവർ 3 പേര് മരിച്ചു, ബാക്കിയുള്ളവരെ 21 പേരെയോ 25 പേരെയോ ഇന്ത്യൻ നാവികസേന രക്ഷിച്ചു എന്നൊക്കെയുള്ള വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ടാമതൊരു കപ്പൽ കൂടി ആക്രമിച്ചു അമേരിക്ക. ഈ ആക്രമിച്ചിട്ടും അമേരിക്കക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം. ഇവരൊന്നും അമേരിക്കക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ വാലാട്ടിക്കൊണ്ട്, അമേരിക്കയുടെ കാല് നക്കിക്കൊണ്ട്, ട്രംപിന്റെ കാല് നക്കിക്കൊണ്ട്
ട്രംപിന് ഓശാന പാടിക്കൊണ്ട് നിൽക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എനിക്കൊരു ലളിതമായ ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നിൽ വെക്കാനുണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ്, കേന്ദ്ര സർക്കാർ വാലാട്ടി നിൽക്കുകയാണ്. അങ്ങേക്കൊരു കാര്യം ചെയ്യാം. അങ്ങിപ്പോ പ്രതിപക്ഷ നേതാവാണ്, നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അങ്ങ് ചികിത്സയ്ക്ക് അമേരിക്കയിലാണ് പോയത്. ഇനി ഈ 3 ഇന്ത്യൻ കപ്പൽ ജീവനക്കാരെ കൊലപ്പെടുത്തിയ അമേരിക്കയിലേക്ക് ഇനിയെങ്കിലും അങ്ങേക്ക് ചികിത്സയ്ക്ക് പോകാതിരിക്കാം. അമേരിക്കയുമായിട്ട് ഒരു ബന്ധവും വ്യക്തിപരമായിട്ടും അല്ലാതെയും വയ്ക്കാതിരിക്കാൻ അങ്ങേക്ക് സാധിക്കും. അതെങ്കിലും ദയവായിട്ട് അങ്ങ് ചെയ്യണം. അങ്ങനെയെങ്കിലും ഈ ട്രംപിനോടും അമേരിക്കയോടും നമുക്കൊന്ന് പ്രതിഷേധിക്കാം. ഇത് കേന്ദ്ര സർക്കാരിനെ തോളിലിരുന്ന് ചെവി കടിക്കുന്നത് പോലെ ചീത്ത പറഞ്ഞിട്ട് ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകും. അവിടെ ട്രംപും അമേരിക്കയും ഒന്നും പ്രശ്നമല്ല, അമേരിക്കയുടെ നിലപാടൊന്നും പ്രശ്നമല്ല. ഇന്ത്യ പ്രതിഷേധിക്കേണ്ടിടത്ത് ഇന്ത്യ പ്രതിഷേധിച്ചിട്ടുണ്ട്, അപലപിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച് ഇന്ത്യയുടെ പ്രതിഷേധം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ ശ്രീ എസ് ജയശങ്കർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അറിയിക്കുകയല്ല, അദ്ദേഹം അതിശക്തമായ ഭാഷയിലാണ് അതിനെതിരെ പ്രതികരിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ഇപ്പോഴും ഒരു സ്വപ്ന ലോകത്താണ്. അദ്ദേഹം കരുതുന്നത് താൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ വരുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഒരു സർക്കാരുകൾ തുടർച്ചയാണ്. അതിൽ കഴിഞ്ഞ സർക്കാർ പോയിട്ട് അടുത്ത സർക്കാർ വന്നു. ഈ സർക്കാരിന്റെ കുറ്റമല്ല അവിടെ ഈ ജീവൻ രക്ഷാ മരുന്നുകൾ ഇല്ലാത്തത്. അതിന്റെ കുറ്റം വാസ്തവത്തിൽ അതിന്റെ ഉത്തരവാദി മുൻ സർക്കാരാണ്. മുൻ സർക്കാർ വരുന്ന 1-2 മാസത്തേക്കുള്ള മരുന്നുകളെങ്കിലും അവിടെ സ്റ്റോക്ക് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാതെ ലക്ഷക്കണക്കിന് രൂപയല്ല, കോടിക്കണക്കിന് രൂപ ഈ മരുന്ന് വാങ്ങിച്ച വകയിൽ കമ്പനികൾക്ക് കൊടുക്കാനുണ്ട്. അത് മറ്റൊരു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആണ്, അവരുണ്ട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. അതെ, ആ കോർപ്പറേഷൻ വഴി മരുന്ന് കമ്പനികളിൽ നിന്നാണല്ലോ മരുന്ന് വാങ്ങുന്നത്. അതെ അതെ, ഇവരാരും ഇവിടെ പാർട്ടി ക്ലാസ്സുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ക്യാപ്സൂള് പോലെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലല്ലോ. തീർച്ചയായും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പറഞ്ഞതുപോലെ മരുന്നില്ലാത്തതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മുൻ സർക്കാരിനാണ്. അത് ഈ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഈ നിപ പടരാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അത് ഉള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സർക്കാരിന് പിന്നിൽ അണിനിരക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഈ സർക്കാരിനെ മുൾമുനയിലാക്കുന്ന വിധത്തിൽ ഈ സർക്കാരിനെ, അതായത് ബാലാരിഷ്ടത പോലും മാറാത്ത ഒരു സർക്കാർ, വളരെ എന്താ പറയാ, അധികാരത്തിലേറിയിട്ട് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു സർക്കാർ, ആ സർക്കാരിനെ പ്രതിസന്ധിയിലോ പ്രതിരോധത്തിലോ ആക്കാതെ ആ സർക്കാരിന് ഉറച്ച പിന്തുണ കൊടുത്ത് ഈ ഒരു വലിയ ദുരന്തത്തെ, നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ വലിയ ദുരന്തത്തെ, ഈ പകർച്ചവ്യാധിയെ, ഈ മഹാമാരിയെ, അതിനെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ഈ ചീപ്പ് പൊറോട്ട നാടകം, അതായത് വെറും രാഷ്ട്രീയ മുതലെടുപ്പ്, അത് നടത്തുന്നത് എന്തായാലും ഏത് രാഷ്ട്രീയ നേതാവിനായാലും അത് അത്ര ഭൂഷണമല്ല. മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അത് നാണക്കേടാണ്, വല്ലാത്ത ജാള്യത തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ, ഈ സർക്കാരിന് നല്ല രീതിയിൽ പിന്തുണ കൊടുക്കട്ടെ. തെറ്റ് സംഭവിച്ചാൽ തിരുത്താം. അതിന് പകരം അവരെ ഈ ഇല്ലാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും ആ പ്രതിപക്ഷ നേതാവിനും അത് ഭൂഷണമല്ല എന്നേ പറയേണ്ടതുള്ളൂ. ഒരു വെറും ഞാൻ ഇതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. മുക്കാചക്രം പിന്നെ ഒരു പാർട്ടി ഗുണ്ടയുടെ തലത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് തരം താഴരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പ്രശാന്ത്, നമ്മുടെ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കുറെ 10 വർഷം ഇവിടെ അത് ഇതൊക്കെ ഒരുപാട് പറഞ്ഞു നടന്നവരാണ് ഈ പിണറായി സർക്കാർ. ആലപ്പുഴയിൽ അന്ന് നിപ്പ വന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം അവർ കൂടുതൽ ശക്തമാക്കി എന്ന് അവകാശപ്പെട്ടു. തിരുവനന്തപുരത്ത് തോന്നക്കലാണ് സയൻസ് പാർക്ക്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള സയൻസ് പാർക്ക്, അത്യാധുനിക സയൻസ് പാർക്ക് കൊണ്ടുവന്നു. അതിന്റെയൊക്കെ ഉദ്ഘാടനം നടന്നതിനെ കുറിച്ച് പറയാൻ നിന്നാൽ ഇപ്പോഴൊന്നും തീരില്ല.
ഒരുപാട് ഇത് കാര്യങ്ങൾ എന്തുകൊണ്ട് 10 പറയാൻ. കൊല്ലം കൊണ്ട് നിപ്പ ബാധ കണ്ടുപിടിച്ചില്ല? എന്തുകൊണ്ട് അതെ, 10 കൊണ്ട് ഒരു നിപ്പയുടെ നല്ല കാരണം എന്ത്? ഇപ്പോഴും ഈ നിപ്പ കേന്ദ്ര സംഘം വളരെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് എത്തുകയും പരിശോധിച്ച 3 പേര് നെഗറ്റീവാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അതെ വെറുതെ അന്യായമായി അനാവശ്യമായി ഭീതി പരത്തുകയാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതെ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, കാരണം ഒരു മഹാമാരിയാണ്. അത് എത്രയും പെട്ടെന്ന് നിയന്ത്രണത്തിൽ വരട്ടെ, അതെ, നമ്മൾ പോലും പിന്നെ വരത്തരുത്. സുഖപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.